ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് ഉത്രാട ദിനമാണ്. പക്ഷെ നമ്മൾ വേറൊരു ഫംഗ്ഷനാണ് ഇന്ന് പോകുന്നത്. ഞാനും അമ്പാടിച്ചേട്ടനും അഭിജിത്തേട്ടനും ഉണ്ട് കൂടെ. ഗായ്സ്, അപ്പോൾ നമ്മൾ നാലാഞ്ചിറ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ ഫോട്ടോഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിജോയിനെ കണ്ടു. ഇന്ന് നമ്മുടെ തൂലികയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. കേക്ക് കട്ടിന് സമയമായിക്കൊണ്ടിരിക്കുമായിരുന്നു. അമ്പാടിച്ചനും സുബിൻചേട്ടനും അഭിജിത്തേട്ടനോട് ഭയങ്കര വൈബ് പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൊട്ടിച്ചിരിയും ബഹളവും ഒക്കെ കേൾക്കായിരുന്നു. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നമ്മുടെ തൂലുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് കട്ടായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. സുബിൻചേട്ടൻ്റെ പീസ് സുബിൻചേട്ടൻ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ആതിര ചേച്ചി അനീഷേട്ടനും വന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ശേഷം ഫുഡ് കഴിക്കാൻ പോയി. നല്ല ഫുഡായിരുന്നു, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഫുഡ് കൊള്ളാം. തുലിക്ക് മേടിച്ച ടെഡിയുടെ കൂടെ ഞാൻ കുറച്ച് നേരം ക്യൂട്ടടിച്ചിടന്നു. എനിക്ക് ടെഡി ബിയറൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ അത് തന്നെ ചൂസ് ചെയ്തത്. ബർത്ത്ഡേ ഫംഗ്ഷന് ദേവും ജിനുചേട്ടനും ഉണ്ടായിരുന്നു. അവരുടെ ബേബിയാണ് നിധിയുടെ കൂടെ ഞാൻ കുറച്ച് നേരം വൈബടിച്ചു, ഡാൻസൊക്കെ ചെയ്തു. അവൾ നല്ല വൈബായിരുന്നു. എല്ലാവരോടും പെട്ടെന്ന് കമ്പനി ആവും അവൾ. എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് ചിരിച്ച് നമ്മൾ സംസാരിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിധി ബേബീനെ. ശേഷം നമ്മൾ എല്ലാവരും കൂടി തൂലുവായിട്ടുള്ള ബർത്ത്ഡേ പിക്ക് എടുക്കാനായിട്ട് സ്റ്റേജിലോട്ട് കയറി. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി റെഡി ആവാൻ പോലും കുറച്ച് ടൈം എടുത്തു. അടിപൊളിയായിരുന്നു. നല്ല പിക്കൊക്കെ കിട്ടി. ഞാനും അമ്പാടിച്ചേട്ടനും കപ്പിളൊക്കെ എടുത്തു. ശേഷം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞു. അങ്ങനെ ഗൈസ്, നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് ഉത്രാടം വൈബ് അടിക്കാനായിട്ട് ചാലയിൽ ഇറങ്ങി. ആ ടൈമിൽ പത്മനാഭ സ്വാമിക്ഷേത്രം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല തിരക്കിൽ അമ്പാടിച്ചേട്ടൻ്റെ കൈയൊക്കെ പിടിച്ച് കിടക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബൈ ഗൈസ്.